Yes, welcome to View to Learn. Today we are going to study Arnold's study of poetry. Let us see about Matthew Arnold. His lifespan is 24th December 1822 to 15th April 1888. Born in England, and his father is Thomas Arnold. He was a headmaster of Rugby School, and Matthew Arnold is known as the father of modern criticism and also known as critics' critic, sage poet too. Let us see his important works. Dover Beach, which is written in 1867, and The Study of Poetry, which is written in 1880. ഈ രണ്ട് വർക്ക്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മുടെ സിലബസിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ വർഷം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ കൾച്ചർ ആൻഡ് അനാർക്കി, ഗോഡ് ആൻഡ് ദ ബൈബിൾ, ദ സ്കോളേഴ്സ് ജിപ്സി, ഫ്രണ്ട്സ് ഗേർലാൻഡ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. സോ നൗ വി ആർ ഗോയിങ് ടു ദ ഇൻട്രൊഡക്ഷൻ. സ്റ്റഡി ഓഫ് പോയിട്രീനെ കുറിച്ച് അതിന് മുന്നേ നമ്മൾ മാത്യു അർണോൾഡിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോയട്രി എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, അതേപോലെ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് എഴുതാൻ കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അർണോൾഡ് ബിലോങ്സ് ടു വിക്ടോറിയൻ ഏജ്, ടൈം വെൻ സൊസൈറ്റി ഡിവൈഡഡ് ഇൻ ടു ടു. One is upper class, that is aristocrat, and the second is lower class, that is working class. As a cultural critic, he criticized the two worst habits. One is Philistinism and the second is materialism. അർണോൾഡ് വിക്ടോറിയൻ ഏജിൽ ജീവിച്ചിരുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ആ സൊസൈറ്റി രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് അപ്പർ ക്ലാസ്സും മറ്റൊന്ന് ലോവർ ക്ലാസ്സും. അതായത് ഒന്ന് എല്ലാ സമ്പൽ സമൃദ്ധിയോടും കൂടി വളരെ നോബിളായിട്ടുള്ള ആളുകളും മറ്റൊന്ന് ഒരു സാധാരണ ജനങ്ങളും. അവർ തുടർന്നു കൊണ്ടുപോകുന്ന ഈ പുതിയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഒരു കൾച്ചറൽ ക്രിട്ടിക് എന്ന രീതിയിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. എന്തിനെയെല്ലാമാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തത്? മെറ്റീരിയലിസത്തിനെയും ഫിലിസ്റ്റീനിസത്തിനെയും. ഇത് രണ്ടും സംസ്കാരത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആ ഒരു ഇതിനെ കാണിക്കാനാണ് പറയുന്നത് കേട്ടോ. അതായത് സംസ്കാരവും ജീവിതവും ജീവിത ശൈലികളും എല്ലാം മറന്ന് എല്ലാവരും പുതിയൊരു ഉപഭോഗ സംസ്കാരത്തിലേക്ക് പോയി. അപ്പോൾ അതിനെ നമ്മുടെ മാത്യു അർണോൾഡ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഹി ബിലീവ്സ് ദാറ്റ് പോയിട്രി ക്യാൻ പ്രൊവൈഡ് എ സൊല്യൂഷൻ ടു ദീസ് പ്രോബ്ലംസ്. ഹി ഫോക്കസ്ഡ് ഓൺ ഹൈ ഓറൽ വാല്യൂസ് ആൻഡ് ഹൈ seriousness in his poetry. That is not oral, that is moral. Okay, സോ അദ്ദേഹം പറയുന്നത് പോയിട്രിക്കാണ് നഷ്ടപ്പെട്ടു പോയ ആ മൂല്യങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പോയിട്രിക്കേ കഴിയുള്ളൂ. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് അതിനകത്ത് മോറൽ ഐഡിയാസും ഹൈ സീരിയസ്നെസ്സും ആണ് വേണ്ടത്. അങ്ങനെ ബാക്കി ഒന്നിനും പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും പോയിട്രിക്ക് മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിക്കാനായിട്ട് കഴിയും, പോയിട്രിയിലൂടെ കഴിയുമെന്നാണ് നമ്മുടെ അർണോൾഡ് പറയുന്നത്. സോ ദി സ്റ്റഡി ഓഫ് പോയിട്രി ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് പോയിട്രി ആൻഡ് ആർട്ട് ഓഫ് ക്രിറ്റിസിസം. ലെറ്റ് us see that. Art of poetry. Here Arnold gives a definition to poetry. Poetry is a criticism of life under the conditions fixed for such a criticism by the laws of poetic truth and poetic beauty. So let us see those difficult words. That means criticism of life. അദ്ദേഹത്തിൻ്റെ ആ ഡെഫിനേഷനകത്തുള്ള ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്നത് എന്താണെന്ന് നോക്കാം. Poetry is the only successful method to understand life. The poet or novelist, by creating ideal picture of life, provides an ideal standard with which the fact of real substance of poetry. അതായത് നല്ല ഐഡിയൽ വാല്യൂസ് പോയിട്രിയിലൂടെ പ്രസൻറ്റ് ചെയ്യണം. ആ പ്രസൻറ്റ് ചെയ്യുന്ന ഐഡിയലിനെയും നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അതായത് ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ഒരു പോയം എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്ന ആ ഒരു കൺസെപ്റ്റിനെ വർണ്ണിച്ചിരിക്കുന്നു. ഇത് വായിക്കുന്ന ഒരു വ്യക്തിക്ക്
തൻ്റെ ജീവിതത്തിൽ താൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണോ എന്ന് കമ്പയർ ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവണം. അങ്ങനെ സംഭവിക്കുകയും അതിൽ നിന്നും ഇത് വായനക്കാരൻ പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രമാത്രം ആ പഴയ അതിനകത്ത് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആ പോയിട്രിയിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ശരിക്കൊരു മനുഷ്യനേ അല്ല, അല്ലെങ്കിൽ ഇനിയും ഞാൻ കുറേ നന്നാവാനുണ്ട്, അങ്ങനെ നമ്മുടെ ലൈഫും അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കഴിയണം. ദെൻ പോയറ്റിക് ട്രൂത്ത്, that means the matter or substance of poetry, and poetic beauty, that means the form or matter of poetry. So പോയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത് അതിനകത്തുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ കവിതയിൽ ഉണ്ടാകേണ്ട മാറ്റർ അത് നല്ല മോറൽ ഐഡിയാസ് നൽകുന്നതായിരിക്കണം. അതുപോലെ പോയറ്റിക് ബ്യൂട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ പോയറ്റിക് മാറ്ററിൻ്റെ പ്രസൻറ്റേഷനെയാണ്, അതിൻ്റെ ആ ഒരു ഫോം, ആ ഒരു ബ്യൂട്ടിയോട് കൂടെ തന്നെ അത് ആളുകളിലേക്ക് എത്തണം. സോ നൗ ലെറ്റ് us see the definition. Poetry is a criticism of life under the conditions fixed for such a criticism by the laws of poetic truth and poetic beauty. Now we are moving to the very next slide. Poetry is everlasting. There may be a rise and fall in religion, but poetry is joy forever. Arnold says that without poetry, our science will appear incomplete. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സയൻസിനേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ് പോയട്രി. പോയിട്രി ഇല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് അർണോൾഡ് പറഞ്ഞു വെക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് പോയിട്രി ഈസ് ഇമ്മെൻസ് ബിക്കോസ് ഇൻ പോയിട്രി where it is worthy of its high destinies, our race as time goes on will find an ever surer and surer stay. This point is also very important. According to Arnold, the future of poetry is dash. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ആ ഡാഷ് എന്നുള്ളതിൽ ഒന്നുകിൽ ഓപ്ഷൻ ഇമ്മെൻസ് എന്നായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ സിനോണിം തന്നും കണ്ടിട്ടുണ്ട്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഭാവിയിലെ മനുഷ്യരാശിയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ പോയട്രിയിലായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സോ അവിടെ ദ ഫ്യൂച്ചർ ഓഫ് പോയട്രി ഈസ് ഇമ്മെൻസ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ he considered the poetry is higher among religion, philosophy, science, theology. All these suffered from charlatanism, that means fake pretenders. റിലീജിയൻ ആയിക്കോട്ടെ, ഫിലോസഫി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, തിയോളജി ആയിക്കോട്ടെ, ഇതിനേക്കാളെല്ലാം ഉയർന്നു നിൽക്കുന്നതാണ് പോയട്രി. ഇവയെല്ലാം ഒരു ഫേക്ക് പ്രിറ്റൻഡേഴ്സ് ആണ്. അതായത് റിലീജിയൻ ഇല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്, പക്ഷേ അതിനെക്കുറിച്ച് റിലീജിയൻ്റെ ബേസിൽ ഒരുപാട് കപട വിശ്വാസികളും കപട സന്യാസിമാരും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അതും റിലീജിയൻ എന്നുള്ളതും ഒരു രീതിയിൽ ഫേക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഫിലോസഫി, തത്വം അല്ലേ, അപ്പോൾ ഇത് ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, എന്നാൽ സത്യം പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരമില്ല. അപ്പോൾ പൂർണ്ണമായ ഒരു ഉത്തരം തരാത്തത് കൊണ്ട് തന്നെ ഫിലോസഫി എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷമാണ് അവൻ തത്വം പറയാൻ തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? അവൻ അനുഭവിച്ചതിന് ശേഷം അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് കേട്ടിരിക്കുന്നവന് തീർച്ചയായും അത് തത്വമായി മാത്രമേ തോന്നുള്ളൂ. സോ ഇതൊരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഫിലോസഫി എന്നുള്ളത്, ഫിലോസഫിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ കൂട്ടമാണ് ഫിലോസഫി. സോ അതുകൊണ്ട് തന്നെ അർണോൾഡ് അതിനെയും ഫേക്ക് ആയിട്ടാണ് കാണുന്നത്. പിന്നെ സയൻസ് അത്യാവശ്യമാണ്, പക്ഷേ ഇന്ന് സയൻസ് എന്ന് പറയുന്നത് ആളുകളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ലോകം ഈ സയൻസിനെ ചുറ്റിയാണ് നടക്കുന്നത്. സയൻസിൻ്റെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ ലോകമേ ഇല്ല എന്ന് നമ്മളെ അങ്ങ് വല്ലാണ്ട് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. കുറേയൊക്കെ ശരിയാണെങ്കിലും അതിലും ഫേക്കായിട്ടുള്ള ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ തിയോളജി മീൻസ് സ്റ്റഡി ഓഫ് ഡിവൈൻ ആൻഡ് സ്പിരിച്വൽ. അദ്ദേഹം പറയുന്നത് ദൈവം എന്നൊന്നുണ്ട്, അതിൽ അദ്ദേഹവും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് നമ്മൾ ദൈവത്തിന് രൂപങ്ങൾ നൽകുന്നത്? അപ്പോൾ അതും ഒരു ഫേക്ക് അല്ലേ?
എന്നുള്ളൊരു കൺസെപ്റ്റാണ് അർണോൾഡിനുള്ളത്. പറഞ്ഞ ഈ 4 ഫാക്ടേഴ്സിലൂടെ ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഐഡിയയിനേക്കാൾ വളരെ ഭംഗിയായും ലളിതമായും നമുക്ക് പോയിട്രിയിലൂടെ അവതരിപ്പിക്കാമെന്നാണ് അർണോൾഡ് പറയുന്നത്. Thus, charlatanism should not creep into the field of poetry. Best poetry have a power of formating, sustaining and delighting us. Mankind needs excellent poetry for its existence and refinement. To conceive these destinies of poetry, we must set a higher standard of poetry. Poetry of high order alone is capable of fulfilling such high destinies. The power of the criticism of life is high for superior poetry than inferior poetry. സോ ബെസ്റ്റ് പോയിട്രി എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ലൈഫ് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയിട്രിക്കകത്ത് നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ പ്രസൻറ്റേഷൻ അതിനകത്ത് ഉണ്ടാകും. അതുമാത്രമല്ല നമ്മുടെ ഹൈ ഡെസ്റ്റിനീസിനെ ഫുൾഫിൽ ചെയ്യാനും ഒരു പോയിട്രിക്ക് കഴിയണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ്. സോ നൗ വി ക്യാൻ സീ ആർട്ട് ഓഫ് ക്രിറ്റിസിസം. ഇത്രയും നേരം നമ്മൾ കണ്ടത് അദ്ദേഹം ആർട്ട് ഓഫ് പോയിട്രീനെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് പോയിട്രി, എങ്ങനെയാവണം പോയിട്രി എന്നുള്ള നമ്മുടെ അർണോൾഡിൻ്റെ വ്യൂസാണ് നമ്മൾ കണ്ടത്. ഇനി അദ്ദേഹം പറയുകയാണ്, ഈ ഒരു സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ കാണുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കണം. ആസ്വദിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, അതിലെന്താണ് വേണ്ടത്, അതിൽ നിന്ന് എന്താണ് നമ്മൾ മാറ്റേണ്ടത്, അത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനും കഴിയണമെന്ന് അർണോൾഡ് പറയാണ്. സോ നൗ ലെറ്റ് us see art of criticism. How a poetry should be judged and evaluated. Arnold advises the readers to not only give positive criticism but also negative criticism too. ഒരു റൈറ്ററിൻ്റെ വർക്ക് നമ്മൾ വായിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കുറേ കമൻസ് കൊടുക്കുന്നു. ക്രിറ്റിസിസം എന്ന് പറയുന്നത് കൊണ്ട്, ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതല്ല, മറിച്ച് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഇതിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആക്കേണ്ടത് എന്ന് തുടങ്ങി നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് എപ്പോഴും അതിൻ്റെ കുറിച്ച് നല്ലത് മാത്രം പറയാതെ അതിലെന്ത് തെറ്റാണോ സംഭവിച്ചിട്ടുള്ളത് അതുകൂടെ മെൻഷൻ ചെയ്യാൻ ഓരോ റീഡേഴ്സും ശ്രദ്ധിക്കണമെന്ന് അർണോൾഡ് പറഞ്ഞു വയ്ക്കുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ എടുത്തടിച്ച പോലെ പറയാതെ വളരെ സോഫ്റ്റായിട്ട് ആ ക്രിറ്റിസിസം, അതായത് നെഗറ്റീവ് ക്രിറ്റിസിസം അവതരിപ്പിക്കുക കൂടെ വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. He suggests 3 estimates regard to this. That means ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഒരു 3 തരം എസ്റ്റിമേറ്റ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇത്തരം 3 എസ്റ്റിമേറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ ക്രിറ്റിസിസത്തിനെ സ്വാധീനിക്കുന്നത്. The first one is historical, second is personal estimate and the third one is the real or literary estimate. So let us see that. Historical estimate. Analyzing a poem based on historical importance. The estimate regards a poet in relation to his age or concerned with a particular phase of development. We should not let our real estimate be affected by the glow of antiquity. ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമ്മൾ ഒരു വർക്കിനെ വായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പോയം നമുക്ക് കിട്ടി, ആ പോയം നമ്മൾ വായിക്കുകയാണ്. ഇത് പണ്ട് കാലം തൊട്ട് എത്ര കാലം മുന്നേ ഉള്ളതാ, അന്നേരമൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണിത്, അതുകൊണ്ട് ഇത് തീർച്ചയായും വളരെ നല്ല വർക്കാണ്. ഇങ്ങനെ ഒരു ക്രിറ്റിസിസം നമ്മൾ ഒരിക്കലും നടത്താൻ പാടില്ല. ഒരു ലിറ്റററി വർക്കിൻ്റെ പഴക്കം കൊണ്ട് ഒരിക്കലും നമുക്കതിനെ വിലയിരുത്താൻ കഴിയില്ല എന്നാണ് അർണോൾഡ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമ്മുടെ റിയൽ എസ്റ്റിമേറ്റിനെ ഒരിക്കലും ഈ പഴമയുടെ ക്വാളിറ്റീനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കരുത്, അല്ലെങ്കിൽ ആ റിയൽ എസ്റ്റിമേറ്റിനെ നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി തന്നെ പറയണം. അല്ലാതെ ഇത് പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്, അപ്പോൾ ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്, ഇന്നും ആളുകളിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം എത്ര വലിയ റൈറ്റേഴ്സ് ആണെങ്കിലും അവർക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പറ്റും. അപ്പോൾ അത് റിയലൈസ് ചെയ്യാനും അത് വായിച്ച് കണ്ടെത്താനും ഉള്ളൊരു മര്യാദ നമ്മൾ കാണിക്കണമെന്ന് അർണോൾഡ് പറയുന്നു. ഇഫ് ഹീ ഈസ് എ ഡ്യൂബിയസ് ക്ലാസിക്, ലെറ്റ് us sift him.
If he is a false classic, let us explode him. But if he is a real classic, if his books belongs to the class of the very best, we should feel and enjoy his work as deeply as we can. Now we can move to the very next one, the personal estimate. Analyzing a poem based on personal taste, likes or dislikes of the reader. The personal reaction of a reader or critic depends partly on the individual temperament. Example, Arnold. He is a classically trained mind. സോ പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്നത് നമ്മളൊരു വർക്ക് അനലൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും നമ്മൾ നമ്മുടെ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനൊത്തതാണോ ഈ വർക്ക്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആണോ എന്നുള്ള ഇത്തരം ചെറിയ ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പക്ഷേ നമ്മുടെ ക്രിറ്റിസിസത്തെ ബാധിക്കാം എന്നാണ് അർണോൾഡ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അർണോൾഡ് എന്ന് പറയുന്നത് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ചായ്വ് ക്ലാസിക്കൽ വർക്ക്സിനോടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഷേക്സ്പിയർ, അരിസ്റ്റോട്ടിൽ അത്തരം ആളുകളുടെ വർക്ക്സിനോടായിരിക്കും ഇദ്ദേഹത്തിന് കൂടുതലും താല്പര്യം ഉണ്ടാവുക. സോ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്രിറ്റിസിസം പോകുക എന്നാണ് ഈ പേഴ്സണൽ എസ്റ്റിമേറ്റിൽ അദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു റൈറ്ററിനെ ഇഷ്ടമാണ്, അതായത് ഇപ്പോൾ ഷേക്സ്പിയറിനെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് വർക്ക് കണ്ടാലും ഞാൻ പറയും ഇദ്ദേഹത്തിൻ്റെ വർക്കല്ലേ, അപ്പോൾ സൂപ്പറായിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ പേഴ്സണൽ എസ്റ്റിമേറ്റിൽ പറയുന്നത്. So now we can move to the very next one, literary or real estimate. The high quality of poetry resides in the matter and substance, as well as in the manner and style. This estimates, that means the real estimate, it is unbiased. The substance of poetry must possess truth and seriousness. ഇതാണ് ശരിക്കുമുള്ള ഒരു എസ്റ്റിമേറ്റ് എന്നാണ് അർണോൾഡ് പറയുന്നത്. അതായത് ഇത് അൺബയാസ്ഡ് ആയിരിക്കും, ആരുടെയും പ്രത്യേക ചിന്തകളോ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും ഇത്തരം ക്രിറ്റിസിസത്തിനെ ബാധിക്കുകയില്ല. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ പ്രസൻറ്റേഷൻ, അതായത് സബ്ജക്റ്റ് പ്രസൻറ്റേഷൻ, അതിൻ്റെ കണ്ടൻറ്റ്, ഇതൊക്കെ ആയിരിക്കും ഇവിടെ ജഡ്ജ് ചെയ്യപ്പെടുക. ലിറ്റററി മാറ്റേഴ്സ് ആയിരിക്കും ഇവിടെ ജഡ്ജ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ റിയൽ ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു നല്ല പോയിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രൂത്തും ഹൈ സീരിയസ്നെസ്സും ഉണ്ടാവണമെന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയൽ ക്രിറ്റിസിസം ആയിരിക്കും ലിറ്റററി ഓർ റിയൽ എസ്റ്റിമേറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ദീസ് ആർ ഫാലസീസ്, ദാറ്റ് മീൻസ് എ മിസ്റ്റേക്കൺ ബിലീഫ്സ്. ഏതൊക്കെ? ഹിസ്റ്റോറിക്കും പേഴ്സണലും, ഇത് രണ്ടും ഫാലസീസ് ആണ് എന്ന് അർണോൾഡ് പറയുന്നു. അതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റും പേഴ്സണൽ എസ്റ്റിമേറ്റും ഫാലസീസ് ആണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കൺ ബിലീഫ്സ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അത് പൂർണ്ണമായും ശരിയല്ല. ഏതൊക്കെ? ഒന്ന്, ഹിസ്റ്ററി സ്വാധീനിച്ചിരിക്കുന്നു നമ്മുടെ ക്രിറ്റിസിസത്തിനെ. അതേപോലെ രണ്ടാമത്തത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആ ക്രിറ്റിസിസത്തെ ബാധിക്കുന്നു. എന്നാൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇത് രണ്ടും ഫാലസീസ് ആണ്, എന്നാൽ റിയൽ എസ്റ്റിമേറ്റ് എന്നുള്ളതാണ് ശരിയായ രീതി. ഇവയ്ക്കെല്ലാം അപ്പുറം, ടു അവോയ്ഡ് ദീസ് ടു ഫാലസീസ് വൈൽ എസ്റ്റിമേറ്റിംഗ് എ പോയറ്റ് ഓർ എ പോയട്രി വി ഷുഡ് യൂസ് ഡാഷ്. സോ ഇത്തരം ഈ രണ്ട് ഫാലസീസിനെല്ലാം മറികടന്ന് അതിനെ ശരിയായ, അതിൻ്റെ റിയൽ എസ്റ്റിമേറ്റ്, അതിൽ ശരിയായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഒരു മാർഗമുണ്ട് എന്ന് അർണോൾഡ് പറയുന്നുണ്ട്. എന്താണ് ആ മാർഗമെന്ന് let us see in the very next class. Okay, if you know the answer, you may please make it as a comment in this channel and I will announce their names in the very next class. എല്ലാവർക്കും പറഞ്ഞു തന്ന കണ്ടന്റ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്